ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. നിഫ്റ്റി 200 മൂവിംഗ് ആവറേജിന് മുകളിൽ 24,300-നും 24,500-നും ഇടയിൽ ഒരു റേഞ്ച് ബോണ്ടായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന US-ന്റെ FOMC മീറ്റിംഗ് ഔട്ട്കം, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരുതരം കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും സെക്ടോറൽ ഇൻഡെക്സുകളിൽ റിയാലിറ്റി, PSU ബാങ്ക്, ഫൈനാൻഷ്യൽ സെഗ്മെന്റ് ഒക്കെയാണ് കാര്യമായിട്ട് താഴോട്ടേക്ക് പോയത്. കൂടാതെ ഇന്ന് ലിസ്റ്റ് ചെയ്ത ഒരു IPOയെയും ഇത് വല്ലാതെ ബാധിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏത്തർ എനർജിയുടെ IPO ലിസ്റ്റിംഗ് ഇന്നായിരുന്നു. അതിൻ്റെ IPO പ്രൈസ് ആയിട്ടുള്ള 321 നിന്നും താഴെയായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് 300 എന്ന ലെവലിലാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6% ഒരു ലിസ്റ്റിംഗ് ലോസ് ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ഒരു മാർക്കറ്റ് ബുൾ മാർക്കറ്റിലാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് റോങ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ IPO നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ ലിസ്റ്റിംഗ് ലോസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് പല സെക്ടോറൽ ഇൻഡെക്സുകളും വലിയ തോതിൽ താഴോട്ടേക്ക് പോയതിൽ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അത് ഫാർമ സെക്ടറാണ്. അപ്പോൾ ഫാർമ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് US-ൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് അത് ഇന്ത്യൻ ഫാർമ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് US ഡ്രഗ് മാനുഫാക്ചറിങ് രംഗത്ത് വിദേശത്തുള്ള കമ്പനികളെ ആശ്രയിക്കുന്നതിന് പകരം ഡൊമസ്റ്റിക് ആയിട്ടുള്ള അതിൻ്റെ മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വലിയൊരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഓർഡർ വന്നിട്ടുള്ളത്. ഇപ്പോൾ US-ൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഥവാ USFDA എന്ന് പറയുന്ന ഫെഡറൽ ഏജൻസിയാണ് മൊത്തത്തിൽ ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ട്രംപ് പറഞ്ഞിട്ടുള്ളത് 150 ദിവസം കൊണ്ട് മൊത്തത്തിലുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് മാനുഫാക്ചറിങ് രംഗത്തുള്ള റെഗുലേഷൻസും അതിൻ്റെ ഗൈഡൻസും ഒക്കെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്നാണ്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അവരും വേണ്ട വിധത്തിലുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള അപ്രൂവൽ കമ്പനികൾക്ക് നൽകണമെന്നുള്ള നിർദ്ദേശവും ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക അവരുടെ ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിൽ ഒരു സെൽഫ് റിലയൻസ് നേടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ തോതിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഈ ഒരു US-ൻ്റെ തീരുമാനം എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ചില കമ്പനികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സൺഫാർമ എന്ന് പറയുന്ന സ്റ്റോക്കിൽ അവരുടെ US എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 31% ഇന്ത്യയിലുള്ള മൊത്തം എക്സ്പോർട്ടിൻ്റെ കൈകാര്യം ചെയ്യുന്നത് സൺഫാർമയാണ്. അതുപോലെ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസിൽ ഏകദേശം 14% ഇയർ ഗ്രോത്താണ് US എക്സ്പോർട്ടിൽ ഉള്ളത്. അതുപോലെ അർബിന്ദോ ഫാർമ അവരും ഏകദേശം 75% അവരുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് US-ലേക്കും യൂറോപ്പിലേക്കുമുള്ള എക്സ്പോർട്ടിങ്ങിലൂടെയാണ്. അതുപോലെ സിപ്ലയും US-ൽ പ്രധാനപ്പെട്ട സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഉള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഏകദേശം 12 മുതൽ 14% ഫോർമുലേഷൻ എക്സ്പോർട്ടിൻ്റെ ഒരു ഷെയർ ഉള്ളത് സിപ്ലക്കാണ്. അതുപോലെ ലൂപ്പിൻ എന്ന് പറയുന്ന സ്റ്റോക്കിൽ US ജനറിക്സ് മേഖലയിൽ 40% റവന്യൂ ആണ് ഇവർ നോർത്ത് അമേരിക്കയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ സൈഡസ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് US-ൽ അവരുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ഗ്ലെൻ മാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ഏകദേശം 30% അവരുടെ റവന്യൂ US എക്സ്പോർട്ടിലൂടെയാണ് നേടുന്നത്. അപ്പോൾ ഈ കമ്പനികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇനി സർവൈവ് ചെയ്യണമെങ്കിൽ അവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലൂപ്പോൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പല കമ്പനികളും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ ഈ ഫാർമ സെക്ടറിലുള്ള കമ്പനികൾക്ക് കഴിയുകയുള്ളൂ. കാരണം അമേരിക്ക ഈ ഒരു മേഖലയിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ എക്സ്പോർട്ടിന് അത് വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ട് ഫാർമ ഇൻഡെക്സിൽ 1% കൂടുതലുള്ള ഒരു ഡിക്ലൈൻ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സുകളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആകെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോ സെഗ്മെൻറ്റാണ്. ഇപ്പോൾ ഓട്ടോ സെക്ടറിലുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിസൾട്ടാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കാഴ്ചവെച്ചത്. അവരുടെ ആ ഒരു കൺസോളിഡേറ്റഡ് റവന്യൂ അത്
24% ഒരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ പ്രോഫിറ്റിൽ ഒരു 19% വർധനവുമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ എബിറ്റ നമുക്ക് കാണുന്നത് 39% ഒരു വർധനമാണ്. മാർജിൻ 13.4 നിന്ന് 14.9% അത് ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല അനലിസ്റ്റുകളും ഈ സ്റ്റോക്കിന് ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ സെല്ല് ചെയ്യാൻ ഒരു അനലിസ്റ്റുകളും പറയുന്നില്ല എന്നുള്ളതാണ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ 41ഓളം അനലിസ്റ്റുകളിൽ 39ഓളം പേര് ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറയുമ്പോൾ 2 പേര് ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സെല്ല് ചെയ്യാൻ ആരും പറയുന്നില്ല എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഇപ്പോൾ ജെഫ്രീസ് ഇതിനൊരു ബൈ റേറ്റിംഗ് ആണ് കൊടുത്തത്. അവരുടെ ടാർഗറ്റ് പക്ഷേ അവർ കുറച്ചിട്ടുണ്ട്. 4075 നിന്ന് 4000 എന്നുള്ള ടാർഗറ്റാണ് അവർ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 12 കോൺസിക്യൂട്ടീവ് ക്വാർട്ടറുകളിൽ ഡബിൾ ഡിജിറ്റ് എബിറ്റ ഗ്രോത്താണ് ഈ സ്റ്റോക്കിൽ ഇവർ ശക്തമായി ബുള്ളിഷ് ആവാനുള്ള ഒരു കാരണം. അതുപോലെ കൊട്ടാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അവർ ഇതിനൊരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 3500 എന്നുള്ള ടാർഗറ്റാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഈ ഒരു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ബിസിനസ് സെഗ്മെൻറ്റിൽ ട്രാക്ടർ സെഗ്മെൻറ്റിലുള്ള അവരുടെ ബിസിനസ്സിലാണ് ഒരു അപ്വേർഡ് ട്രെൻഡ് അവർ പ്രധാനമായിട്ടും കാണുന്നത്. അതുപോലെ MK ഗ്ലോബലും ഇതിനൊരു ആഡ് റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ മുമ്പത്തെ ടാർഗറ്റ് അല്ല 2700 നിന്ന് 3000 എന്നുള്ള ടാർഗറ്റിലേക്ക് അവരതിനെ ഉയർത്തിയായിട്ട് കാണും. അപ്പോൾ അവരിതിനെ ഒരു പ്രധാനമായിട്ട് ബുള്ളിഷ് ആവാനുള്ള കാരണമായിട്ട് പറയുന്നത് പാസഞ്ചർ വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ അവരുടെ പുതിയ മോഡലുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് താർ, അതുപോലെ XUV 3XO, അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള BE6 പോലെയുള്ള EV വെഹിക്കിൾ സെഗ്മെൻറ്റിലൊക്കെയുള്ള ഇവരുടെ ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഭാവിയിലും നല്ലൊരു റാലിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ശ്രദ്ധയാകർഷിച്ചത് സ്വിഗ്ഗി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് ഡെലിവറി അഗ്രഗേറ്റർ അവരുടെ പ്രൈസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ജമ്പിന് കാരണമായിട്ടുള്ളത്, അപ്പോൾ അവരുടെ ക്വിക്ക് ഫുഡ് ഡെലിവറി ആയിട്ടുള്ള ബോൾട്ട് അത് 500 സിറ്റികളിൽ അവർ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവരുടെ സ്റ്റോക്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബുള്ളിഷ്നെസ് ഫോം ചെയ്തത്. ഇപ്പോൾ സൊമാറ്റോയുടെ ആ ഒരു ക്വിക്ക് സർവീസ് അതവർ ഷട്ട് ഡൗൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോൾട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സൊമാറ്റോയുടെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് അവർ നീക്കവർ നടന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റ് സ്വിഗ്ഗിയിലുള്ളത് അതിൻ്റെ ഒരു പുതിയ ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതിലുള്ള ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോക്കിൻ പീരീഡ് ശേഷം അവിടെ ഒരു ധാരാളം ഷെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. മെയ് 13 ഈ ഒരു ലോക്കിൻ പീരീഡ് അവസാനിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഏകദേശം 189 കോടി ഷെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആവും എന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ അവയിൽ ഏകദേശം 85% ഷെയറുകളും ഔട്ട്സ്റ്റാൻഡിങ് ഷെയറുകളാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആവും. അതുകൂടാതെ മെയ് 9 ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ FIIസും DIIസിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 3794 കോടിയുടെ ഒരു വമ്പിച്ച ബൈങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഭീതി കാരണം പൊതുവെ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഒരു വശത്തും അതുപോലെ FOMC മീറ്റിംഗുമായി ബന്ധപ്പെട്ട ഔട്ട്കം വരാൻ പോകുന്ന അനിശ്ചിതത്വം മറ്റൊരു വശത്തും നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ രീതിയിൽ ബൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വലിയ തോതിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മാർക്കറ്റ് വരും ദിവസങ്ങളിൽ മുന്നോട്ടേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് അത് നൽകുന്ന സൂചന. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.